ഹലോ ആൻഡ് വെൽക്കം ടു ദിസ് ചാനൽ. എൻ്റെ പേര് സുനീത. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ എന്തൊക്കെ സംശയമുണ്ടോ, എന്തെല്ലാം ക്വയറീസ് ഉണ്ടോ, അതൊക്കെ ഈ ചാനൽ വഴി നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എപ്പോഴും നമ്മൾ എലാബറേറ്റ് ആയിട്ടുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് എനിക്കൊരു ചെറിയൊരു സംശയം. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് കാശ് ചിലവാക്കാണ്ട് പെട്ടെന്നൊരു ക്വിക്ക് റീഡു ചെയ്യണം നിങ്ങളുടെ ലിവിങ് റൂമോ ഡൈനിങ് റൂമോ, ചെറിയൊരു മാറ്റം വരുത്തണം. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയണ്ടേ? 10 ഇന്റീരിയർ ഡിസൈൻ ഹാക്സ് ഓർ ഇന്റീരിയർ ഡിസൈൻ ഐഡിയാസ് ഫോർ സ്മോൾ ബഡ്ജറ്റ് ഹൗസസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ലെറ്റ്സ് റോൾ. I've been thinking about myself today, thinking how I changed, how I really don't care. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആദ്യം നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്, അതിൽ എന്തെങ്കിലും ചെറിയ ഡിസൈൻ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യമേ ഞാൻ പറയും ഡീക്ലട്ടർ ചെയ്യുക. ഡീക്ലട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഈ എല്ലാ സാധനങ്ങളും കളയാനായിട്ടല്ല, നമ്മൾ ഉപയോഗിക്കാത്ത നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കളയാനാണ് ഞാൻ പറയുന്നത്. സോ അതൊരു പ്രോജക്റ്റ് ആയിട്ട് എടുക്കുക. അതായത് നമ്മളൊരു സാധനം, അതായത് ചെറിയ ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മൾ കാശ് ചിലവാക്കി അത് വാങ്ങിക്കണമല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആദ്യം നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾക്ക് 1 by 1 സോർട്ട് ഔട്ട് ചെയ്ത് പതുക്കെ ഡീക്ലട്ടർ ചെയ്ത് തുടങ്ങാം. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. ഒരു എന്താ പറയാ, ഒരു ഷൂ റാക്കിന്റെ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലിവിംഗ് റൂം സ്പേസ് ആണെങ്കിലും ഇതിൽ നമ്മൾ വേണ്ടാത്ത കുറേ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വെക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലേ. അതിൽ പ്രധാനമായിട്ട് ഞാൻ എല്ലായിടത്തും കാണുന്നതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ഇതൊക്കെ നമ്മളിങ്ങനെ ടീപ്പോയിന്റെ അടിയിൽ ഒരു ഷെൽഫ് ഉണ്ടാവുമല്ലോ, അതിലെല്ലാം ഇങ്ങനെ ക്ലട്ടർ ചെയ്ത് അതിങ്ങനെ വെക്കും. ആദ്യമേ അത്രയും ന്യൂസ് പേപ്പേഴ്സിന് നമുക്ക് ഒരു കാലത്തും ആവശ്യം വരുന്നില്ല. പ്ലീസ് ത്രോ ദാറ്റ്. പിന്നെ വേണ്ടാത്ത കുറേ ട്രിങ്കറ്റ്സും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മൾ ക്ലട്ടർ ചെയ്ത് വെച്ചേക്കും. ബുക്സ്, കണ്ടമാനം ബുക്സ് വെച്ചേക്കാം. കുട്ടികളുടെ ടോയ്സ് ആയിരിക്കാം. ചിലപ്പോൾ ഈ വേറൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ ഫ്ലവർ വാസ് ഉണ്ടല്ലോ, അതായത് അതിൽ പലതര പൂക്കൾ, പ്ലാസ്റ്റിക് പൂക്കൾ അവിടെയും ഇവിടെയും ജനലിന്റെ സൈഡിലും ഒക്കെ കുത്തി വെച്ചിരിക്കുന്ന കാണാം. അതൊരു ഭയങ്കര ഓഫാണ്. അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. പഴയതും ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. പഴയതാണെങ്കിൽ ദയവ് ചെയ്ത് ഒക്കെ കളയുക, അല്ല വല്ലവർക്കും എടുത്ത് കൊടുക്കുക. അത് കൂടാതെ ഓരോ വീട്ടിലും ഓരോ ക്ലട്ടർ ഇങ്ങനെ വർഷങ്ങളാകുമ്പോൾ, ഒരു 20 years ആകും, 15 years ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വി ടെൻ ടു അക്യുമുലേറ്റ് സ്റ്റഫ്. പലതും നമുക്ക് വേണ്ടാത്ത സാധനങ്ങളായിരിക്കും. വേണ്ടാത്ത സാധനത്തിന് ഒരു വിഷമവും തോന്നണ്ട കളയാനായിട്ട്. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ആ സാധനം നമുക്ക് ഇത്രയും നാൾ സെർവ് ചെയ്തല്ലോ. മേരി കോണ്ടോ മെത്തേഡ് എന്ന് പറയാൻ, അതായത് സേ താങ്ക്സ് ടു ദോസ് തിങ്സ് ആൻഡ് അതിനെ കളയുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഐ വുഡ് അഡ്വൈസ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡീക്ലട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ഉടനെ കയറി ചാടി സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല. ചില സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ പെയിന്റിങ്സും അതും ഇതും കുറേ സാധനങ്ങൾ കാണും, പക്ഷെ നമുക്കത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടത്തില്ല. സോ ഒന്നെങ്കിൽ ഒരു ഇന്റീരിയർ ഡെക്കറേറ്ററോ ആരെങ്കിലും ഹെൽപ്പ് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പിൻട്രസ്റ്റും പിന്നെ ഇഷ്ടംപോലെ ഓൺലൈൻ ബ്രൗസിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതിലൊക്കെ നോക്കി ഇൻസ്പയർഡ് ആയിട്ടെങ്കിലും നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുക. ഉള്ള ഫേർണിച്ചറിനെ തന്നെ ചിലപ്പോൾ നമ്മൾ ചില എന്താ പറയുക, ഒരു 3 seater സോഫ കാണും, ചിലപ്പോൾ ഒരു 2 seater, ഒരു സിംഗിൾ സീറ്റർ ഒരെണ്ണം കാണും. പ്രോബബ്ലി ആ ഒരെണ്ണത്തിനെ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ ഇങ്ങനെ പാരലലി വെക്കുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് സൈഡ്സിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പം ആ ഹോൾ അറ്റ്മോസ്ഫിയർ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിക്കും. അതുപോലെ ഇപ്പോൾ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടായിരിക്കും, അപ്പോൾ അതിന്റെ പൊസിഷൻ വേറെ ഇടത്തോട്ട് മാറ്റുവാണെങ്കിലോ, അല്ലെങ്കിൽ അത് വേറെ തന്നെ റൂമിലോട്ട് മാറ്റുവാണെങ്കിൽ അവിടെ കുറച്ച് സ്പേസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ സ്പേസിൽ ഒരു ചെറിയൊരു സൈഡ് ടേബിൾ വെക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റർ വെക്കാം. അങ്ങനത്തെ പല ചെറിയ ചെറിയ ഹാക്സ് ചെയ്താൽ തന്നെയും നമ്മുടെ വീട്, എനിക്ക് തോന്നുന്നത്, ഒരുവിധം ഒരു ചെറിയൊരു വ്യത്യാസവും ഒരു വാംത്ത് നമുക്ക് മിക്കവാറും ഫീൽ ചെയ്യും. സോ അതിനൊരു ചെലവില്ലാത്ത കാര്യമല്ലേ, അപ്പോൾ അത് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് എന്താണെന്നറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഇന്റീരിയർ ഡിസൈൻ ഹാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇൻഡോർ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പ്ലാന്റർ ബോക്സോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെടികൾ, അതായത് ഗ്രീനറി നമ്മൾ ഉള്ളിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓവറോൾ വീട്ടിൻ്റെ, ഇതിപ്പോൾ ലിവിംഗ് റൂം ആകട്ടെ, ചില പ്ലാന്റ്സ് നമുക്ക് സ്റ്റഡി റൂമിൽ വെക്കാം, ഡൈനിങ് ഏരിയയിൽ വെക്കാം, ഇങ്ങനെ പല പല സ്ഥലത്ത് വെക്കാനുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. അതിനൊന്നും അധികം ചിലവൊന്നും ആവത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ വേണമെങ്കിൽ ഒരു ചെറിയൊരു പ്ലാന്റ് മേടിച്ച് അതിനെ വളർത്തിക്കൊണ്ട് വരാം. ദാറ്റ് വുഡ് ബി മോർ ഫ്രൂട്ട്ഫുൾ എന്നെ ചോദിച്ചാൽ, ബിക്കോസ് നമ്മൾ തന്നെ അതിനെ വെള്ളമൊക്കെ ഒഴിച്ച് സൂക്ഷിച്ച് ചെയ്യുന്നൊരു കാര്യമല്ലേ. ഇൻഡോർ പ്ലാന്റ്സിന്റെ ഗ്രീനറി ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിനെ വേറെ ലെവലിലോട്ട് തന്നെ കൊണ്ടുപോകും. നിങ്ങൾ വളരെ സിമ്പിൾ ഫർണിച്ചറും വളരെ സാധാരണമായിട്ടുള്ള സാധനങ്ങൾ വെച്ചാലും
അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെടിയൊക്കെ വളർത്തുവാണെങ്കിൽ ഭയങ്കര പ്രിറ്റി ആയിട്ടിരിക്കും. അത് തന്നെ ഒരു വലിയൊരു മാറ്റം നമുക്ക് വരുത്തും. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? അതും അധികം കാശൊന്നും ചിലവില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഈ ഡു ഇറ്റ് യുവർ സെൽഫ് കിറ്റ്സ് കിട്ടുമല്ലോ. ആമസോണിലും പല പ്ലാറ്റ്ഫോംസിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഇങ്ങനെ ഹോബി ഐഡിയാസ്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ചെറിയ ചെറിയ പെയിന്റിങ് ഐഡിയാസ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഈ കാണുന്ന റോമൻ ബ്ലൈൻഡ്സ് ഉണ്ടല്ലോ, ഇത് ഒരു പ്ലെയിൻ ഒരു ഫാബ്രിക് ആയിരുന്നു. അപ്പോൾ അതിനൊരു രസം തോന്നിക്കാത്തത് കൊണ്ട് ഞാൻ ഈ കാണുന്ന പ്രിന്റ് ഉണ്ടല്ലോ, ഇത് ഒരു ബ്ലോക്ക് കിട്ടും നമുക്ക്, റെഡിമെയ്ഡ് ബ്ലോക്കാണ് ഈ സാധനം. അപ്പോൾ ഈ ബ്ലോക്കിനെ ഞാൻ ജസ്റ്റ് ഫാബ്രിക് പെയിന്റ് മേടിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അതിലോട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്തിരിക്കുക. ഇതൊരു കുറച്ചുകൂടി ഒരു തിക്കർ ഫാബ്രിക് ആണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇതേ കളറിൽ ഒരു തിൻ ഫാബ്രിക്കിൽ ഇതേപോലെ ബ്ലോക്ക് പ്രിന്റ്സ് ചെയ്തിട്ട് അതിനെ സ്ട്രെച്ച് ചെയ്ത് അവർ ഫ്രെയിം ചെയ്ത് തരും. അപ്പൊ അത് തന്നെ നിങ്ങളുടെ ഒരു പെയിന്റിംഗ് ആയിട്ട്, നിങ്ങൾക്ക് വലിയൊരു പെയിന്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ള ഹാങ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അധികം ചെലവും ഇല്ലാണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ചെയ്ത പെയിന്റിങ്ങോ സ്വന്തം കൈകൊണ്ട് ചെയ്ത ഒരു സാധനം നമ്മൾ വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് അതിനൊരു ബ്യൂട്ടി, അതിനൊരു വേറൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞു അല്ലേ. സോ അഞ്ചാമത്തത്, ഞാൻ പല വീടുകളിൽ പോകുമ്പോഴും കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഓപ്പൺ ഷെൽഫ്സ് ഇഷ്ടം പോലെ കാണും. സംടൈംസ് ഇങ്ങനെ ഓപ്പൺ ഷെൽഫ്സിൽ ഇങ്ങനെ വരിവരിയായിട്ട് പുസ്തകങ്ങളും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതൊടിയെല്ലാം അതിന്റെ പുറത്തിരുന്ന് ആകെപ്പാടെ ഒരു മെസ്സായിട്ടിരിക്കുന്നത് കാണാം. അപ്പൊ അതിങ്ങനെ പലതും അങ്ങനെ അക്യുമുലേറ്റ് ആയി ചിലപ്പോൾ അത് ക്ലട്ടർ ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാം ഓപ്പൺ ഷെൽഫ്സ് ഉള്ള ക്യാബിനറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിൽ ചില ക്യാബിനറ്റ്സിന് നമുക്ക് ഷട്ടേഴ്സ് കൊടുക്കാം. അത് വലിയ ചിലവുള്ള കാര്യമില്ല കേട്ടോ. അപ്പൊ അതിലൊരു ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് എൻക്ലോസ്ഡ് ആയിട്ടിരിക്കും. ഇതേപോലെയാണ് കുട്ടികളുടെ ടോയ്സിനും കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് കൊച്ചു കുട്ടികൾ ഇരിക്കുന്ന വീട്ടിൽ ഏറ്റവും കൂടുതൽ ക്ലട്ടർ വരുന്നത് കുട്ടികളുടെ ടോയ്സ് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് അതിന് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. അതിന് ഒന്നോ രണ്ടോ നല്ല വലിയ ബോക്സസ് തന്നെ വേണമെങ്കിൽ വെക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി ഒരിടത്തോട്ട് കുട്ടി തട്ടിയിട്ടിട്ട് കളിച്ചോട്ടെ. അത് കഴിഞ്ഞ് ഒറ്റയടിക്ക് എല്ലാം കൂടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് തന്നെ ഇടാം. So easy way out, not only for toys, even for medicines, even for books and ഈ നമ്മുടെ ബിൽസ് ഉണ്ടല്ലോ, ഇങ്ങനെ റെഗുലർ ബിൽസ്, ഇതിനൊക്കെ നമ്മൾ ഓരോന്നിനും ഓരോ ബോക്സസ് അലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്ലട്ടർ എല്ലാം ബോക്സിന്റെ അത് കവേർഡ് ആയിട്ടിരുന്നോളൂ. അതിനാണ് മാക്രോ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മെസ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ തന്നെ അത് കിടന്നോളല്ലോ, അതിൻ്റെ അകത്ത് മാത്രം നമുക്ക് തേടിയാൽ മതി. ആറാമത്തെ പോയിന്റ്, ഈ വാൾ ഹാങ്കിങ്സ് അല്ലെങ്കിൽ മ്യൂറൽസ് അല്ല പെയിന്റിങ്സ് ഹ്യൂജ് റോൾ പ്ലേ ചെയ്യും കേട്ടോ. പഴയ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഇടാൻ കേട്ടോ, അത് പോയി കാണണം. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ഹൈറ്റിലാണ് വാൾ ഹാങ്കിങ്സ് അതായത് പെയിന്റിങ്സ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ പെയിന്റിങ്ങിന് നടുക്കുള്ള പോയിന്റ് നമ്മുടെ കണ്ണിന് നേരെ കാണാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അതൊരു ചെറിയ ടിപ്പ്. ആൻഡ് ഇപ്പൊ വലിയൊരു മതില് വലിയൊരു വാളിൽ ഒരു കുഞ്ഞു പെയിന്റിങ് വെച്ചാൽ ഭയങ്കര ബോറായിരിക്കും അല്ലേ. അപ്പം ഒരു വലിയ പെയിന്റിങ് വെക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മീഡിയം സൈസ് പെയിന്റിങ്സ്, ഒന്നോ രണ്ടോ മൂന്നോ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ വാൾ നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഏഴാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാതെ സിമ്പിളായിട്ട് വെച്ചാലും ആ ലിവിങ് റൂമിൻ്റെ കോർണറിൽ ഒരു നല്ലൊരു ഹാങ്കിങ് ലൈറ്റ്, ഓഫ് കോഴ്സ് അതിന് ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങളൊരു 10,000 to 15,000 എങ്കിലും അലൊക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഹാങ്കിങ് ലൈറ്റ് നിങ്ങൾക്ക് ഇടുവാണെങ്കിൽ എൻറ്റയർ ആംബിയോൺസ് നമുക്ക് മാറും. സോ അത് ഒന്നെങ്കിൽ ഹാങ്കിങ് ലൈറ്റ് ആകാം, അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്നുള്ള ഫ്ലോർ ലാംപ്സ് ആകാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലോർ ലാംപ്സ് ഒക്കെ ഇപ്പം കിട്ടാറുണ്ട്. അപ്പോൾ അതാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ടേബിൾ ലാംപ്സ് ആവാം. വാം ലൈറ്റ് ഇടണം കേട്ടോ. അത് യെല്ലോ ഷെയ്ഡുള്ള വാം ലൈറ്റ് ഇടുവാണെങ്കിൽ വീടിൻ്റെ മൊത്തം ഫീല് തന്നെ വേറെ ലെവലായി കിട്ടും കേട്ടോ. സോ അതൊരു ഭയങ്കര സിമ്പിൾ പക്ഷെ എന്നാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ഐഡിയ ആണ്. എട്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് വളരെ സിമ്പിൾ ഫേർണിച്ചറൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി വേറെ ഫേർണിച്ചറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരു റഗ് അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ്, അത് ഈ കാർപ്പറ്റിന്റെ എന്ത് സൈസാണ് ഏതാ അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇട്ടേക്കാൻ, പോയി കാണണം. സോ കാർപ്പറ്റ് ഇട്ടിട്ട് അതിന്റെ പുറത്ത് കോഫി ടേബിൾ വെക്കുകയാണെങ്കിൽ അതൊരു സെക്ലൂഡഡ് സ്പേസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവും. ഇപ്പോൾ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന വാക്യൂം ക്ലീനർ വെച്ചേ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ക്ലീൻ ചെയ്യേണ്ടി വരും. ഓഫ് കോഴ്സ് അത് അതിൻ്റെ ഒരു പാർട്ടാണ്. നമുക്ക് അതിനുള്ള എസിഡിക്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അത് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ. ഈ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു 5 മിനിറ്റിന്റെ പരിപാടിയാണ്. സോ കാർപ്പറ്റ്സ് ഇപ്പോൾ എങ്ങനത്തെ മേടിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഭയങ്കര ക്ലാസിക് ഒരു ട്രഡീഷണൽ സ്റ്റൈലായിട്ടുള്ള വീടാണെങ്കിൽ അതിനൊത്ത് പോലത്തെ പ്രിന്റ്സ് ഉള്ള കാർപ്പറ്റ്സ് മേടിക്കുക, ഡിസൈൻസ് ഉള്ള കാർപ്പറ്റ് മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കണ്ടംപററി സ്റ്റൈലിലുള്ള കാർപ്പറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, കടകളിലും അവൈലബിൾ ആണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. സോ അതൊരു അപ്രോക്സിമേറ്റ്ലി 6,000 to
ലാക്സിൻ്റെതുണ്ട്. പക്ഷെ അതിൻ്റെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു 7K to 8K ഒക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരുവിധം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റഗ്സ് കിട്ടും. സോ ആ ഒരു എലിമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേറെ ലെവലിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. 9th പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫർണിച്ചർ എടുത്ത് കളയൊന്നും വേണ്ട കേട്ടോ. അതൊരു വുഡൻ ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മടുത്തു, അതൊരു പഴയ ടൈപ്പാണ് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അച്ഛൻ്റെ കാലം തൊട്ടേ ഉള്ളത് അല്ല അപ്പൻ്റെ കാലം തൊട്ടുള്ള ഫർണിച്ചറൊക്കെ കാണാം. അതൊക്കെ തേക്കൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വുഡിലൊന്നാണ് ടീക്ക് വുഡ്. കണ്ടംപററി സ്റ്റൈൽ സെറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാണ്ട് അതിൽ വേറെ കളർ പെയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഓഫ് കോഴ്സ് അതിന് ചെറിയൊരു ചിലവുണ്ടായിരിക്കും, പക്ഷെ അത് വലിയ മേജർ ചിലവുള്ള കാര്യമല്ല. ഈ ഒരു ഒറ്റ സാധനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് വേറെ ലെവലിൽ തന്നെ എത്തിക്കാൻ പറ്റും. അതല്ല ഇനി ഇത് ഫുൾ അപ്പോൾസ്റ്റേഡ് സോഫയാണെങ്കിൽ അഴുക്കായി പഴകിപ്പോയി ഒത്തിരി പഴയതാണെങ്കിൽ നമ്മുടെ നാട്ടിലല്ലേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതൊക്കെ റിപ്പയർ ചെയ്ത് അതിൻ്റെ ഫുൾ കുഷൻ മാറ്റി എന്താ പറയുക, അതിൻ്റെ ഫാബ്രിക് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഫാബ്രിക് നമുക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ കളർ ചോയ്സ് എല്ലാത്തിനും നമുക്ക് കസ്റ്റമൈസേഷൻ വളരെ എളുപ്പമാണല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് സോഫേനെ മാറ്റുന്നതിനേക്കാളും അത് ചീപ്പർ ആയിരിക്കും. നിങ്ങളുടെ സോഫ അത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നെങ്കിൽ അത് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല, സോഫ മാറ്റുന്നത് തന്നെയാണ് അതിൻ്റെ ബെസ്റ്റ് ചോയ്സ്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം അപ്ഹോൾസ്റ്ററി എപ്പോഴാണ് മാറ്റേണ്ടത്? സോഫ വളരെ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു സോഫയാണ് ഒത്തിരി പഴകിപ്പോയെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മതിയാവും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, 10ാമത്തത് ഐ ഹാവ് ടു സ്ട്രെസ് ഓൺ ദിസ്. ഇത് നമ്മുടെ വാൾ കളേഴ്സിനെ കുറിച്ചാണ്. വാൾ കളേഴ്സ് വളരെ ഡള്ളായിട്ടുള്ള ഗ്രേ അല്ലെങ്കിൽ ഒട്ടും എന്താ പറയുക ഡാർക്ക് കളേഴ്സും ഒക്കെ ആയിട്ട് ഒത്തിരി പഴകി പോയിട്ടുണ്ടെങ്കിൽ ഒരു 1-2 കോട്ട് പെയിന്റ് ലൈറ്റ് ഷെയ്ഡ്സ്, അതായത് ലൈറ്റസ്റ്റ് ഷെയ്ഡ് ഓഫ് ഗ്രേ ആകാം, ലൈറ്റസ്റ്റ് ഷെയ്ഡ് ഓഫ് ബ്ലൂസ് ആകാം, ലൈറ്റസ്റ്റ് ഷെയ്ഡ് ഓഫ് ബേജ് ആകാം, അല്ല വൈറ്റ് തന്നെ ആകാം. വൈറ്റ്സിൽ ഇഷ്ടം പോലെ ഷെയ്ഡ്സ് ഉണ്ട്. സിൽക്കി സാറ്റിൻ വൈറ്റിനേക്കാളും അത് യൂഷ്വലി സീലിംഗിലാണ് അടിക്കുന്നത്. അതിനേക്കാളും ഇപ്പോൾ ഇഷ്ടംപോലെ ഏഷ്യൻ പെയിൻസിലും ബർജർ പെയിൻസിലും ഒക്കെ ഇഷ്ടംപോലെ കോമ്പിനേഷൻസ് ഉണ്ട്. വാൾ കളേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് മൈ ചൂസ് യുവർ വാൾ പെയിന്റ് കളേഴ്സ് എന്നൊരു ഞാൻ വീഡിയോ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് പോയി കണ്ടു നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഹിൻസ് കിട്ടും കേട്ടോ. എൻ്റെ അഡ്വൈസ് എന്തായിരിക്കും, വാൾ പെയിന്റ് വേറെ അധികം കളർ കൊടുക്കാണ്ട് വളരെ ലൈറ്റ് ഷെയ്ഡ്സ്, അതായത് ന്യൂട്രൽ ഷെയ്ഡ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ലൈറ്റും റിഫ്ലക്റ്റ് ആകും. അതായത് നമ്മൾ ഉള്ളിൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന് ലൈറ്റ് റിഫ്ലക്റ്റും ചെയ്യും. അപ്പോൾ അധികം ഡാർക്ക് ആവത്തില്ല നിങ്ങളുടെ സ്പേസ്. ആൻഡ് അതും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വാൾപേപ്പേഴ്സ്. ഇപ്പം അത് വലിയൊരു ഹാളിലാണെങ്കിൽ ഒരുപാട് ചിലവാകും. പക്ഷെ ചെറിയ സ്പേസ് ആണ്, നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് സ്പേസ് ഒക്കെ ആണെങ്കിൽ വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്മാർട്ട് ആവും കേട്ടോ. അതായത് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. ഇമ്പോർട്ടഡ് വാൾപേപ്പേഴ്സ് ആണ്, ഒട്ടുമുക്കാലും ഇമ്പോർട്ടഡ് വാൾപേപ്പേഴ്സ് ആണ് ഇപ്പോൾ ഉള്ള എല്ലാ വാൾപേപ്പേഴ്സും. അതിൽ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ ഉണ്ട്, ഒരുപാട് കടകൾ ഇപ്പോൾ ഉണ്ട് വാൾപേപ്പേഴ്സ് സപ്ലൈ ചെയ്യുന്ന. അവർ തന്നെ വന്ന് ഇൻസ്റ്റാളും ചെയ്തു തരും. ഇറ്റ് ഇസ് ജസ്റ്റ് ഹാഫ് എ ഡേ പ്രോസസ്സ്. നിങ്ങൾക്ക് പെയിന്റ് റിമൂവ് ചെയ്യേണ്ട, മെസ്സ് ഉണ്ടാക്കേണ്ട ഒന്നും വേണ്ട. വാൾ പെയിന്റ് കംപ്ലീറ്റ്ലി മാറ്റുന്നതിനേക്കാളും മെനക്കേടും കുറവായിരിക്കും, അതായത് ബുദ്ധിമുട്ടും ഇച്ചിരി കുറവായിരിക്കും. ആൻഡ് കോസ്റ്റ് വുഡ് ബി ലൈക്ക് സേ 30% അതിനേക്കാളും കൂടുതലായിരിക്കും. നല്ല ക്വാളിറ്റി വാൾപേപ്പറിന് ഇൻവെസ്റ്റ് ചെയ്യണം. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ വാളിൽ നിന്ന് വിട്ടുവരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒത്തിരി ഈർപ്പമൊക്കെ ഉള്ള വാളാണ്. മഴക്കാലത്തൊക്കെ ഇപ്പം നിങ്ങളുടെ മതിൽ ഈർപ്പം ഒത്തിരി ഉള്ള ഒരു വാളാണെന്നുണ്ടെങ്കിൽ വാൾപേപ്പേഴ്സ് ദയവ് ചെയ്ത് ഇടരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലീസ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എത്ര വ്യൂസ് ഉണ്ടോ അതിൻ്റെ ഒരു 20% ആൾക്കാർ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് ഫോർ മോർ സച്ച് വീഡിയോസ് കീപ് വാച്ചിങ്.